ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗ്രഹ സാഫല്യത്തിനും സർവ ഐശ്വര്യത്തിനും ധനസമൃദ്ധിക്കും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. അതായത് എല്ലാ കാര്യവും നടക്കണം, ധനസമൃദ്ധി വേണം, ആരോഗ്യം തൃപ്തികരമായിരിക്കണം, അല്ലെങ്കിൽ ആരോഗ്യം വഷളായി കഴിഞ്ഞു പറഞ്ഞാൽ അതിന് ചികിത്സിക്കാൻ പണം വേണം, കടബാധ്യത വരാൻ പാടില്ല, കടബാധ്യത ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടണം എന്നുള്ളതൊക്കെ എന്നാണ് എല്ലാവരുടെയും ചിന്ത എന്നുള്ളതും അറിയാം. എന്നിരുന്നാലും ആഗ്രഹ സാഹചര്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും എല്ലാ ഐശ്വര്യങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിലേ മഹാലക്ഷ്മിയായിട്ടുള്ള ധനം എന്ന് പറയുന്ന പണം എന്ന് പറയുന്ന മഹാലക്ഷ്മി നമ്മുടെ കയ്യിലേക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരികയുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോ കാണാം. ചെറുനാരങ്ങയാണ് പറയുന്നത്. ചെറുനാരങ്ങ ഒരു ദേവ കനിയാണെന്ന് പറയും. കനി പറഞ്ഞ പഴം എന്ന് പറയുന്നത്, ചെറുനാരങ്ങ പഴമായിട്ട് കനി. അപ്പം ദേവകനിയായിട്ടാണ് ചെറുനാരങ്ങ കണക്കാക്കുന്നത്, വിശേഷിപ്പിക്കാറുള്ളത്. നെഗറ്റീവ് ഊർജം പുറത്ത് തള്ളി പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ഉത്തമ സാധനമാണ് ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ നമ്മുടെ ഭവനത്തിൽ എന്ന് വെച്ച് പറഞ്ഞാൽ പൂജാമുറിയിലോ അടുക്കളയുടെ ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ അടുക്കള എപ്പോഴും കിഴക്കോട്ടായിരിക്കും നമ്മുടെ കേരളത്തിലെല്ലാം കാണുന്നത്. കേരളത്തിലെല്ലാം എല്ലാവരും മിക്കവാറും കിഴക്കോട്ടാണ് കണ്ടുവരാറുള്ളത്. തമിഴ്നാട്ടിലും അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. കർണാടക വഴിക്ക് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ എന്താണെന്നുള്ള അറിയില്ല. എന്നാൽ മിക്കവാറും കേരളമുള്ളവരും തമിഴ്നാട്ടിലുള്ളവരും കിഴക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. കിഴക്ക് വടക്ക് മൂലയിലാണ് നമ്മൾ അഗ്നി കത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു കാണാൻ പറ്റുന്ന ഗ്ലാസ്സിലോ കാണാൻ പറ്റുന്ന ഗ്ലാസ് പോലെയുള്ള ഇതിലോ ഒരു ചെറുനാരങ്ങയോ അല്ലെങ്കിൽ ഒരു 3 ചെറുനാരങ്ങയോ അല്ലെങ്കിൽ 5 ചെറുനാരങ്ങയോ ഇട്ട് വയ്ക്കുക, വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് പഴകണോ വരയ്ക്കും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരു യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറയുന്നത്. അതിൽ വേറെ ഒന്നും ഇടണ്ട, വേറെ പച്ചവെള്ളം മാത്രം. പച്ചവെള്ളത്തിൽ ഈ ചെറുനാരങ്ങ മാത്രം ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആ ഇട്ട് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നല്ല എനർജി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ഏകദേശം പഴുത്ത് കേട് വരുന്നു എന്ന് തോന്നി എടുത്ത് മാറ്റി പുതിയ വെള്ളം എടുത്ത് വീണ്ടും അതുപോലെ തന്നെ ഇട്ട് വയ്ക്കുക എന്ന് പറയുന്നത്. അതിങ്ങനെ ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ എന്താ വെച്ച് പറഞ്ഞാൽ ഐശ്വര്യ അഭിവൃദ്ധിയും നമ്മുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുകയും കടത്തിൽ നിന്ന് മോചനം നേടുകയും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം പുറത്തേക്ക് പോവുകയും പോസിറ്റീവ് എനർജി എല്ലാം വരികയും ചെയ്യുന്ന ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങ കൊണ്ട് മഹാദുഷ്ടശക്തികളൊന്നും ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചിലരെല്ലാം ചെയ്തു വരാറുണ്ട്. അത് നല്ലത് തന്നെയാണ്. കാരണം വെച്ച് പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങ ഒരു കരിക്കട്ട എടുത്തിട്ട് വെയിൽ അല്ലെങ്കിൽ ഒരു കയറിൽ ഒരു സൂചി കൊടുത്തിട്ട് കയറിൽ അല്ലെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് ചെയ്യുക. അത് സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം അടിയിലൊരു കെട്ടിട്ടതിന് ശേഷം ഒരു കരിക്കട്ട എടുത്തിട്ട് കരി കെട്ടിയതിന് ശേഷം ചെറുനാരങ്ങയുടെ ഇങ്ങനെ ഇടത് ഭാഗത്ത് ഇങ്ങനെ ചെറുനാരങ്ങ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇടയിലൂടെ കയറ്റി നിർത്തുക. അതിൻ്റെ മേലെ ഒരു 5 മുളകോ അല്ലെങ്കിൽ 7 മുളകോ ഒരു 9 മുളകോ അതിൽ കൂടാൻ പാടില്ല. 5 മുളക് 9 മുളക് 7 മുളക് 9 മുളക് വരെ ആകാം. അങ്ങനെ മുളക് കപ്പൽ മുളക് എന്ന് പറയുന്നത് തിരിച്ച് വെക്കണം. അതായത് ഒന്ന് ഇങ്ങനെ വെച്ചാൽ ഒന്ന് ഇങ്ങനെ വെക്കണം, പിന്നെ ഒന്ന് ഇങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചിട്ട് വീടിൻ്റെ നമ്മുടെ ഭവനം പറഞ്ഞ വീട്ടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ദുഷ്ടശക്തികളൊന്നും ഉള്ളിൽ കയറില്ല എന്നാണ് പറയുന്നത്. ദുഷ്ടശക്തികൾ ഉള്ളിൽ കയറില്ല. അഥവാ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ അകറ്റി കയറ്റി വിടില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ചെറുനാരങ്ങ കൊണ്ട് വളരെ ഇതുണ്ട്. ചെറുനാരങ്ങൻ്റെ മണം വളരെ ശ്വസിക്കാനും അതുപോലെ തന്നെ പല ദുർഗന്ധങ്ങളെ ഒഴിവാക്കാനും വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ് ചെറുനാരങ്ങ. കടങ്ങൾ നീങ്ങാനും വിവാഹ തടസ്സത്തിനടക്കം വന്നിട്ട് ഈ ചെറുനാരങ്ങ വിളക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ചെറുനാരങ്ങ വിളക്ക് എന്ന് വെച്ച് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നു വെച്ച് പറഞ്ഞാൽ ചെറുനാരങ്ങനെ 2ആയി കീറി പിഴിഞ്ഞ് ആ ചെറുനാരങ്ങൻ്റെ തോട് വെള്ള ഭാഗം അടിയിലേക്ക് പോയി മഞ്ഞ നിറം ഉള്ളിലേക്ക് വന്നതിന് ശേഷം അതിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് വിളക്ക് കൊളുത്തി ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ
7 ദിവസം അടുപ്പിച്ച് ചെയ്യണം. 7 ദിവസം അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ വിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ 7 ദിവസം ചെറുനാരങ്ങ വിളക്ക് ഭഗവതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുകയും ചെയ്യും. വിവാഹം മാത്രമല്ല, അത് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മഹാലക്ഷ്മി തരത്തിനും ദീർഘ മാംഗല്യത്തിനും വളരെ ഉചിതപരമാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതോടുകൂടി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തിക സ്ഥിതി പറഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നും കുറച്ച് മിച്ചം വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു കയറും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറുനാരങ്ങകൾ കൊണ്ടുണ്ട്. ചെറുനാരങ്ങ നിങ്ങൾക്കറിയാലോ, ചെറുനാരങ്ങ കൊണ്ട് നമ്മൾക്ക് ആ ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗത്തിനും വയറ് സംബന്ധമായിട്ടുള്ള വേദനയ്ക്കും അതുപോലെ തന്നെ വയറിളക്കത്തിനും പറഞ്ഞാൽ ലൂസ് മോഷനായിട്ട് പോകുന്നതിനും വയറ് വേദനയോടുകൂടി ലൂസ് മോഷനായിട്ട് പോകുന്നതിനും ചെറുനാരങ്ങയിൽ കട്ടൻ ചായയിൽ ചെറുനാരങ്ങ ഒഴിച്ച് കഴിക്കാറുണ്ട്, പെട്ടെന്ന് സമരം കിട്ടുവാനായിട്ട്. ചെറുനാരങ്ങ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് ഉപ്പ് ചേർത്തും കഴിക്കാറുണ്ട്. അതെല്ലാം ചെറുനാരങ്ങ വളരെ ഔഷധകരമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചെറുനാരങ്ങ പൂജകൾക്ക് വളരെ ശ്രേഷ്ഠപരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എല്ലാ പൂജകൾക്കും ശ്രേഷ്ഠപരമായിട്ട് ഉപയോഗിക്കുന്നത് മഹാലക്ഷ്മി, ധനലക്ഷ്മി, സരസ്വതി എന്നിവ ഇവിടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് ചെറുനാരങ്ങയിൽ. മഞ്ഞൾ എങ്ങനെയാണോ അതിന് തുല്യമാണ് ചെറുനാരങ്ങയും. മഞ്ഞളിനെ താലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. മഞ്ഞളിനെ പറ്റി ഞാൻ വിശേഷിപ്പിക്കാറുണ്ട് അടുത്ത വീഡിയോയിൽ. നമസ്കാരം.